ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കമന്റ് ബോക്സിൽ ഒരുപാട് ചോദിച്ച കാര്യമാണ് മാനിക്യൂർ ചെയ്യുന്നത്. മാനിക്യൂറും പെഡിക്യൂർ ഉണ്ടെങ്കിലും മാനിക്യൂറിന്റെ കാര്യം നമ്മൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് പറയാണ്. അത് കഴിഞ്ഞ് നമുക്ക് പെഡിക്യൂർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ചെയ്തിരുന്നുണ്ട്. മാനിക്യൂർ ചെയ്യുന്നത് ചിലപ്പോൾ എല്ലാവരും ശരിക്കും എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതിപ്പോൾ ചെയ്തിട്ട് എന്താ, അല്ലെങ്കിൽ പാർലറിൽ ഇത്രയൊക്കെ പോയിട്ട് പൈസ കൊടുത്ത് ചെയ്യണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് പാർലറിലൊന്നും പോകാണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് എന്തിനു ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുവിധം ലേഡീസ് ആണെങ്കിലും കൂടുതലും കിച്ചണിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. നമ്മൾ പലതും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പാത്രം കഴുകുന്ന അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഡിഷ് വാഷ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ലിക്വിഡ് അങ്ങനെ എന്തെങ്കിലും ഫോമിലാണെങ്കിൽ സോപ്പ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ വാഷ് ചെയ്യുന്ന സോപ്പില്ല, അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ സ്കിൻ, അതായത് നമ്മുടെ കൈയുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി മാറ്റും. അതുപോലെ തന്നെ നമ്മളെ ഒരു ഡെഡ് സെൽസ്, അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ ഒരു ഏജിങ് തോന്നി ഒരു ചുളിവൊക്കെ വരില്ലേ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കൈയിന്റെ ആ ഒരു ഓവറോൾ അപ്പിയറൻസ് ആണെങ്കിൽ മാറുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഒരാളെ മുമ്പിൽ പോയി സംസാരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ കൈനെ കൊണ്ടായിരിക്കും കൂടുതൽ സംസാരിക്കുക. ഇപ്പൊ ഞാൻ തന്നെ പറയുമ്പോൾ കണ്ട കൈ ഇങ്ങനെ 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 കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരാളുടെ മുന്നിൽ പോയിട്ട് ഫേസ് ചെയ്തിട്ട് അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തായാലും കയ്യിലേക്ക് ശ്രദ്ധവും. അപ്പൊ കുറച്ചും കൂടി ഒരു വൃത്തിയായിട്ടും അതുപോലെ തന്നെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൈ ആണെങ്കിലും അല്ലെങ്കിൽ നെയിലാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഒരു നമ്മുടെ ഓവറോൾ അപ്പിയറൻസ് തന്നെ അതങ്ങ് മാറ്റി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിന്റെ ഒരു സമയം മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചെറിയൊരു ടിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ നെയിൽ പോളിഷ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പം ചില ആളുകൾക്ക് നെയിൽ നീളും, ഇതിന്റെ സൈഡ് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോകും. ചില ആളുകൾക്ക് നീളാത്ത പ്രശ്നം വരിക, ചില ആൾക്ക് ചിലപ്പോൾ നെയിൽ പോളിഷ് ഒക്കെ ഇടുമ്പോൾ ചെറിയ ലൈൻ വരും. ചില നമ്മുടെ കാലിന്റെ നേരത്തിലൊക്കെയാണ് വരിക. ചില ആളുകൾ കൈക്ക് ഇവിടെ ഇങ്ങനെ ചെറിയ ലൈൻ പോലെ വരും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ടിപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് മാനിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നെയിൽ പോളിഷ് നിങ്ങൾ ഓൾറെഡി ഇട്ടത് ആളുകളാണെങ്കിൽ നമ്മൾ റിമൂവർ വെച്ചിട്ട് നല്ല രീതിയിൽ അത് ഒഴിവാക്കിയെടുക്കുക. ഒട്ടും ഇല്ലാത്ത രീതിയിലാണ് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിമൂവർ കിട്ടുകയാണെങ്കിൽ ബോട്ടിൽ റിമൂവർ ഉണ്ടോ ലിക്വിഡ് ടൈപ്പ്, അത് കിട്ടുകയാണെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ ചെറിയ ടിഷ്യൂ ടൈപ്പ് കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഈ ഒരു റിമൂവർ വെച്ചിട്ട് ആ ഒരു നെയിൽ പോളിഷ് മൊത്തത്തിൽ നിങ്ങൾ ഒഴിവാക്കിയെടുക്കണം. അതിനുശേഷം നിങ്ങളൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം നോക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഷാമ്പു ആണ്. നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഒരു ഷാമ്പു അതിലേക്ക് ഉപയോഗിക്കുക. കുറേ ആഡ് ചെയ്യണമെന്നില്ല, അത്യാവശ്യത്തിന് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളെ കൈ ഇതേപോലെ ഒന്ന് അതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടുണ്ടാവരുത്, ഒരു ഇളം ചൂടുവെള്ളത്തിൽ വേണം ചെയ്യാൻ വേണ്ടി. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലെമൺ പിഴിഞ്ഞ് വയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കട്ടോ. എനിക്കെന്ന് വെച്ചാൽ ലെമൺ ഇടുമ്പോൾ ചിലപ്പോൾ സൈഡിലത്തെ നഖം പൊട്ടിപ്പോകും, അത്ര കട്ടി കുറഞ്ഞ നഖം, അപ്പോൾ പൊട്ടിപ്പോകുന്നുള്ളതിനെ കൊണ്ടാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ടൂത്ത് ബ്രഷ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ഭാഗത്തുള്ള ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നെയിലിൻ്റെ ഉൾഭാഗത്തും നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കണം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് സ്ക്രബല്ല, ഞാൻ പാക്ക് പോലെയാണ് ചെയ്യൽ. ഞാൻ ഈ ഒരു സ്ക്രബിങ് ഈ ഒരു നമ്മൾ ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യലുണ്ട്. അതിലേക്ക് നിങ്ങൾ ആദ്യം ഗോതമ്പ് പൊടി എടുക്കുക, 1 സ്പൂൺ ഗോതമ്പ് പൊടി. പിന്നെ നമ്മൾ തക്കാളിൻ്റെ നീരാണ് വേണ്ടത്. അതിനുശേഷം അലോവേരേൻ്റെ ജെൽ ആഡ് ചെയ്യുക. അലോവേരേൻ്റെ ജെൽ ആഡ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പാകത്തിന് ആഡ് ചെയ്യുക കേട്ടോ. ഇനി നല്ല പൾപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്താലും മതി. ഇനി വേണ്ടതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറേ ഒന്നും വേണ്ട, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുക. അത് കുറച്ച് കട്ടിയായിരിക്കും. നമ്മൾ ഈ ഒരു ഗോതമ്പൊടിയിൽ വെള്ളം ഒഴിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, അത് നല്ല കട്ടിയായിരിക്കും. അപ്പോൾ ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു പാക്ക് പോലെ ആയിട്ട് മാറും. നമ്മളെ ഒരു സ്കിന്നാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ വേണം അത് മസാജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ കാര്യം ഉണ്ടാവില്ല. നെയിൽ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് നീളം വെക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടല്ല, നല്ല രീതിയിൽ നമ്മളെ നെയിൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും, പിന്നെ ഭയങ്കര ഏജിങ് തോന്നുന്ന ഒരു നെയിലൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫിംഗർ ടിപ്പൊക്കെ അങ്ങനെയാണെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു പാക്ക് മിക്സ് ചെയ്തിട്ട് ഇത് ചെറിയൊരു പത പോലെ നിങ്ങൾക്ക് വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ശേഷം നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളെ ഈ ഒരു ഫിംഗറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിലാക്കിയിട്ട് ഇങ്ങനെ വലിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മളെ ഫിംഗർ ടിപ്പൊക്കെ നല്ല രീതിയിൽ റെഡ് കളറിലേക്കാവും. ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് വലിക്കണം എന്നല്ല പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഈ ഫിംഗർ ടിപ്പൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് നെയിൽ പോളിഷ് ഇടുകയല്ല ചെയ്യുന്നത്. അതിനാദ്യം നമ്മളൊരു ബേസ് കോട്ട് കൊടുക്കണം. അതാണ് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ ഈ ഒരു പൊട്ടിപ്പോകുന്ന പ്രശ്നം, അല്ലെങ്കിൽ സൈഡ് പെട്ടെന്ന് പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ലൈൻസ് വരിക, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ രീതി നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഏതെങ്കിലും നമ്മൾ ലൈറ്റായിട്ട് കളർ വരാത്ത ഉണ്ടാവുമല്ലോ, ഒരു ട്രാൻസ്പെറൻറ്റ് എഫക്റ്റ് വരുന്ന ആ ഒരു ഇതെടുത്തിട്ട് ഒരു ബേസ് കോട്ട് മസ്റ്റായിട്ടും കൊടുക്കുക. നമ്മളെ നെയിൽ നല്ല രീതിയിൽ നീളാനും പൊട്ടിപ്പോകാൻ നിൽക്കാൻ വേണ്ടിയിട്ടും നല്ല സ്മൂത്തായിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണ് വേണ്ട വെച്ചാൽ നെയിൽ പോളിഷ് എടുത്ത് അപ്ലൈ ചെയ്യുക. നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഫ്രീ ആക്കിയിട്ട് വിടാം ഒരു ദിവസം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നെയിൽ പോളിഷ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിസിൻ്റെ കുറേ ടൈം നമുക്ക് ആ ഒരു നെയിൽ പൊട്ടാതെ നിൽക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മളെ നെയിൽ നല്ല രീതിയിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും ആ ഒരു ഏജിങ്ങിൻ്റെ പ്രശ്നമാണെങ്കിലും ഭയങ്കര സ്മൂത്തായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ. നമുക്ക് വീട്ടിൽ ചില കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മാക്സിമം ഒരു 10-15 മിനിറ്റ് അത്രയും കൊണ്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.